ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഗ്രേ പശ്യാമി തേജോനിബിഡതരകളായ അവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആവീതം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണീയ പഠനത്തിൽ ഇന്ന് 48ാം പഠന ക്ലാസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 15ാം ദശകം ആരംഭിക്കുകയാണ്. കപിലോപദേശം. കഴിഞ്ഞ ദശകം 14ാം ദശകത്തിലൂടെ കപിലാവതാരവും തുടർന്നുണ്ടായ രംഗങ്ങളും വിവരിച്ചു. കപില ഭഗവാൻ അമ്മയായ ദേവഹൂതി ദേവിക്ക് ഉപദേശിക്കുന്ന അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങളാണ് കപിലോപദേശമായിട്ട് ഇവിടെ ഒരു ദശകത്തിലൂടെ ചുരുക്കി വർണ്ണിച്ചിരിക്കുന്നത്. ഭാഗവതം തൃതീയ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്തിൽ, അതായത് 25ാം അധ്യായം മുതൽ 33ാം അധ്യായം വരെയുള്ള 9 അധ്യായങ്ങളിൽ പ്രതിപാദിച്ച വിശിഷ്ടമായ കപിലോപദേശത്തിൻ്റെ സാരസംക്ഷേപമാണ് ഈ ഒരു ദശകം. അതായത് കപില ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്ന അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ മുഴുവനും 9 അധ്യായങ്ങളിലാണ് ഭാഗവതത്തിൽ വിവരിച്ചതെങ്കിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് അത് ഒരു ദശകത്തിലൂടെ ചുരുക്കി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഭക്തിയോഗത്തിനുള്ള വിശേഷമാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്. ശ്ലോകം 1. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദി. ഇഹ ഗുണസക്താ മതി ബന്ധകൾ. ഈ ലോകത്തിൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ബുദ്ധി സംസാരബന്ധത്തിന് കാരണമായി തീരുന്നു. തേഷു അസക്താ തു അമൃതകൾ
അവയിൽ ആസക്തി ഇല്ലെന്ന് വന്നാലോ മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്നു. ഭക്തിയോഗ തു സക്തിം ഉപരുന്ധേ. ഭക്തിയോഗമാകട്ടെ വിഷയാസക്തിയെ തടയുന്നു. അത്ര മഹദനുഗമലഭ്യാ ഭക്തി ഏവ സാധ്യ. ഇവിടെ മഹാന്മാരുടെ സംസർഗത്താൽ ഉണ്ടാവുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത്. സജ്ജന സംസർഗത്തിലൂടെ ഉണ്ടാകുന്ന, സത്സംഗത്തിലൂടെ ഉണ്ടാകുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത്. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ ലോകത്തിൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ബുദ്ധി സംസാര ബന്ധത്തിന് കാരണമായിത്തീരുന്നു. അവയിൽ ആസക്തിയില്ലെന്ന് വന്നാലോ മോക്ഷത്തിന് കാരണമായിട്ട് ഭവിക്കുന്നു. ഭക്തിയോഗമാകട്ടെ വിഷയാസക്തിയെ തടയുന്നു. ഇവിടെ മഹാന്മാരുടെ സംസർഗത്താൽ ഉണ്ടാകുന്ന ഭക്തി തന്നെയാണ് സമ്പാദിക്കേണ്ടത്. എന്നിപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് ദേവഹൂതിയോട് അരുളി ചെയ്തു. ക്ഷണികങ്ങളായ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ താല്പര്യമോ സമയമോ ഉണ്ടാവില്ല. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ ആസക്തി ജനിച്ചാലോ പിന്നെ ക്ഷുദ്രസുഖങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കുവാനും തോന്നില്ല. ഭഗവാനെക്കുറിച്ചുള്ള പരമപ്രേമം തന്നെയാണ് ഭക്തി. അത് മുക്തിക്ക് കാരണമാണ്. ആ ഭക്തിയാകട്ടെ സജ്ജന സംസർഗം കൊണ്ട് എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ്. ആ ഭക്തി സമ്പാദിക്കാനാണ് ജീവിതത്തിൽ എല്ലാവരും താല്പര്യപ്പെടേണ്ടത്, ഉത്സാഹിക്കേണ്ടത്. ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായിടും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ ഭക്തിയും നാമവും ശ്രേഷ്ഠമെന്നോതുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ചേതഖല്വസ്യ ബന്ധായ മുക്തയേ ജാത്മനോ മദം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. അതായത് മനസ്സ് ചേതസ് മുക്തിക്കായിട്ട് വരും. ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ടാൽ അവിടെ നിന്ന് അസക്തമാക്കിയിട്ട്, അതായത് സക്തമായിട്ട് ഭഗവാനിലേക്ക് ആസക്തിയായിട്ട് ഭവിച്ചാൽ അത് മുക്തിക്ക് കാരണമാകും. ഭൗതിക വിഷയങ്ങളിലേക്ക് പോയാൽ ആ ആസക്തി ബന്ധത്തിന് കാരണമാകും എന്ന് കപില വാസുദേവമൂർത്തി അമ്മയായ ദേവഹൂതി ദേവിക്ക് ഉപദേശിച്ചു. സംസാരബന്ധത്തിനും ആത്മമുക്തിക്കും കാരണം മനസ്സു തന്നെയാണ്. ഗുണങ്ങളിൽ ആസക്തി ബന്ധകാരണം, ഭഗവാനിൽ ആസക്തി മുക്തിക്കും കാരണമായിട്ട് തീരുന്നു. ഇത് 25-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ശ്ലോകം 2 തവണ ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതുപരും ദേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷു അസക്താ ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദീ. ശ്ലോകം 2 നമുക്ക് പഠിക്കാം. സാഖ്യ യോഗപ്രകാരമുള്ള അഥവാ സാഖ്യ മതപ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട്
25 തത്വങ്ങളെ വേർതിരിച്ച് നിർദ്ദേശിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കൂ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. പ്രകൃതി മഹദ് അഹങ്കാരാഃ ച മാത്രാശ്ച ഭൂതാനി അപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യാ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ നഗാദി. പ്രകൃതി മഹദഹങ്കാരാഃ ച മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മാത്രാച ഭൂതാനി അപി ഹൃത് അഭിദശാക്ഷി 5 തന്മാത്രകളും 5 ഭൂതങ്ങളും മനസ്സും 10 ഇന്ദ്രിയങ്ങളും പഞ്ചവിംശ പൂരുഷ ഇതി 25ാമത്തേതായി പുരുഷനും എന്നിപ്രകാരം വിദിത വിഭാഗ അസൗ തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃത്യാമുച്യതേ പ്രകൃതി മായ വിട്ടുമാറുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്ദുരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ശ്രദ്ധിക്കുക. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമമാണ് ഈ കാണുന്ന ലോകം മുഴുവനും എന്ന് ബോധ്യപ്പെടുത്തുന്നു. പുരുഷന് പ്രകൃതിയുമായി തീരെ ബന്ധമില്ലെന്നുമാണ് സാഖ്യമത സിദ്ധാന്തം. അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ 24 പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമാണ് മൂലപ്രകൃതി. ത്രിഗുണാത്മികയായ ആ മൂലപ്രകൃതിയെയാണ് മായയെന്നും അവിദ്യയെന്നും മറ്റും പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് മഹൽതത്വവും മഹൽതത്വത്തിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു. പ്രകൃതി മഹത്തത്വം, അഹങ്കാരതത്വം. ബുദ്ധിയാണ് മഹത്തത്വം. പ്രകൃതി മഹത്തത്വം, അഹങ്കാരതത്വം. ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. ശബ്ദം, സ്പരിശം, രൂപം, രസം, ഗന്ധം എന്നീ ഗുണങ്ങളാണ് 5 തന്മാത്രകൾ. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം ഇവ 5ഉം ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു മലവിസർജനാവയവം, ഉപസ്ഥം മൂത്രവിസർജനാവയവം ഇവ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 24 പ്രകൃതി തത്വങ്ങളാണ്. ഇവയ്ക്ക് പുറമേ ഉള്ളതാണ് പുരുഷൻ എന്ന 25ാമത്തെ തത്വം. ഇവ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി പ്രകൃതി പുരുഷനെ വിട്ടൊഴിയുന്നു എന്ന് ഭാവം. അപ്പോൾ 24 തത്വങ്ങളും ജഡമാണ്, പ്രകൃതി തത്വങ്ങൾ. എപ്പോഴാണോ ആ പുരുഷൻ, ആ ചൈതന്യം അത് ഇതിലേക്ക് പ്രവേശിക്കുന്നത്, അതോടുകൂടിയിട്ട് ഈ പ്രകൃതി തത്വങ്ങളൊക്കെ ചൈതന്യവത്തായിട്ട് തീരുന്നു. ഇങ്ങനെയുള്ള 25 തത്വങ്ങളാണ് സാധാരണ വിഷ്ണുവിന്, പുരുഷനായിട്ടുള്ള വിഷ്ണുവിന് സാധാരണഗതിയിൽ പറയുന്നത്. ജീവൻ തന്നെയാണ് പുരുഷൻ. നമ്മുടെ ഉള്ളിൽ ജീവനായിട്ടുണ്ടെങ്കിൽ പുറത്തത് പരമപുരുഷോത്തമനായിട്ട്, ദിവ്യ പുരുഷനായിട്ട് ഒക്കെ അറിയപ്പെടുന്നു. ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങളെയും സാഖ്യത്തിൽ 24 തത്വങ്ങളിൽ ഭവിപ്പിച്ചിരിക്കുന്നു എന്ന് താല്പര്യം. ഇതൊക്കെ വളരെ വിശദമായിട്ട് ഹിരണ്യഗർഭൻ, പുരുഷൻ, വിരാട് സ്വരൂപ ഘടകങ്ങൾ, പ്രകൃതി തത്വങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഈ തത്വങ്ങളുടെ ഉൽപ്പത്തിക്രമം 5ാം ദശകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭാഗവതം 3യ സ്കന്ധത്തിൽ 26ാമത്തെ അധ്യായത്തിൻ്റെ മുഴുവൻ സാരമാണ്
ഈ ഒരു ശ്ലോകത്തിൽ വളരെ ചുരുക്കിയിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവിദശാക്ഷീ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സോ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവിദശാക്ഷീ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇനി അടുത്തതായിട്ട് ശ്ലോകം 3, മൂന്നാമത്തെ ശ്ലോകമാണ്. പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി സംസാരബന്ധത്തിനും വിരക്തി മോക്ഷത്തിനും കാരണമാണെന്നും ഭഗവത് ഭക്തി കൊണ്ടേ വിരക്തി ഉണ്ടാവുകയുള്ളൂവെന്നും പറയുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ, മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ. ശ്രദ്ധയോടുകൂടി കേൾക്കാം. പ്രകൃതിഗത ഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാൽ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. പ്രകൃതി ഗതഗുണൗഘൈഃ ന ആജ്യതേ. പ്രകൃതി ഗതഗുണൗഘൈഃ ന ആജ്യതേ പൂരുഷ അയം പൂരുഷോയം പൂരുഷോയം യദി തു സൃജതി തസ്യാം തദ്ഗുണാഃ തം ഭജേരൻ മദനുഭജനതത്വ ആലോചനൈഃ സാപ്യപേയാൽ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. അയം പുരുഷ പ്രകൃതിഗത ഗുണൗഘൈഃ ന ആജ്യതേ. ഈ പുരുഷനിൽ ജീവനിൽ പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ഇഴുകിപ്പിടിക്കുന്നില്ല. തസ്യാം യദി തു സജതി തദ്ഗുണാഃ തം ഭജേരൻ. ആ പ്രകൃതിയുടെ നേർക്ക് പുരുഷൻ ആ പ്രകൃതിയുടെ നേർക്ക് ആസക്തി കാണിക്കുന്നുവെങ്കിലോ പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ പ്രാപിച്ചേക്കും. മദനുഭജനതത്വ ആലോചനൈ സാ അപേയാൽ എന്നെ ഭജിക്കുക, എന്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറും. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ജീവാത്മാവ് ശരീരങ്ങളോട് ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും ആ ശരീരധർമ്മങ്ങളാകുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നു എന്ന ഭാവം, അനുഭവം ഞാൻ അനുഭവിക്കുന്നു എന്ന ബോധം എന്നിവകളാലും ജനന മരണാദി ജനനമരണാദികളാലും സംബന്ധിക്കപ്പെടുന്നില്ല, ബന്ധമില്ല. അപ്രകാരമുള്ള ജീവൻ ശരീരാദിയായ പ്രകൃതിയിൽ ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള അഭിമാനത്തെ ചെയ്യുന്നുവെങ്കിൽ ആ പ്രകൃതി ഗുണങ്ങൾ അവനെ സംസാര ദുഃഖത്തെ അനുഭവിപ്പിക്കും. അതിന് നിവൃത്തിയായി എന്നിൽ അടിയുറച്ച ഭക്തിയും ബ്രഹ്മജ്ഞാനവും നേടിയാൽ ജീവാത്മാവ് പ്രകൃതി ബന്ധത്തിൽ നിന്ന് മുക്തനായിട്ട് ഭവിക്കും എന്ന് അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് ദേവഹൂതിയോട് അരുളി ചെയ്തു. അതായത് 25ാമതായി പറഞ്ഞ പുരുഷന് പ്രകൃതിക്കുള്ള സത്വരജസ്തമങ്ങളോ ജനന മരണങ്ങളോ സുഖദുഃഖാദികളോ ആയ ധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല, ബാധിക്കുന്നില്ല.
പ്രകൃതിയിൽ ആസക്തി ഉണ്ടെന്ന് വന്നാൽ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. ഈശ്വര ഭജനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്ന് പൃഥഗ്ഭൂതൻ ആണ് പുരുഷൻ എന്നുള്ള വിവേകം കൊണ്ടും പ്രകൃതിയും മായയും ഒന്നാണ്. ഈ പ്രകൃതി അഥവാ മായ പുരുഷനെ വിട്ടുമാറുന്നു. പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ട് പിടിക്കും. അങ്ങോട്ട് ആസക്തി കാണിച്ചില്ലെങ്കിൽ, ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചിട്ടുള്ളൂ എങ്കിൽ പ്രകൃതി ബന്ധം വേർപെടും എന്നർത്ഥം. ഭാഗവതം 3-ാം സ്കന്ധം 27-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളുടെ സാരസംഗ്രഹമാണ് ഈ ശ്ലോകം. ഭഗവാനും താനും ഒന്നാണെന്നുള്ള ഭാവനയിൽ ഭഗവാൻ എന്നു പറയേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കപില ഭഗവാൻ ഞാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3-ാമത്തെ ശ്ലോകം നമുക്ക് 2 തവണ ചൊല്ലി സമർപ്പിക്കാം. പ്രകൃതി ഗതഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാൽ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. പ്രകൃതിഗതഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാൽ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. അടുത്തതായിട്ട് 4-ാമത്തെ ശ്ലോകം. ഈശ്വരഭജനം കൊണ്ട് മായ വിട്ടുമാറുമെന്ന് പറഞ്ഞില്ലേ? അഷ്ടാംഗ യോഗപ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെയെന്ന് ഇവിടെ വിവരിക്കുകയാണ്. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഉപാത്തൈരാസനാദ്യൈ വിമലമതി ഉപാത്തൈ ആസനാദ്യൈ മദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഉപാത്തൈ ആസനാദ്യൈ വിമലമതി. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് ചിത്തശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷായുധംഗം ഗരുഡസമധിരൂഢം, ദിവ്യാലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ച് ഗരുഡന്റെ പുറത്തിരിക്കുന്നതും രുചിതുലിതമാലം മദംഗം, പച്ചിലമരം പോലെ നീലവർണവുമായ എൻ്റെ സ്വരൂപത്തെ അനുവേലം ശീലയേത, എപ്പോഴും ധ്യാനിച്ചു പരിചയിക്കണം. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാധീ. ഇപ്രകാരം കപില സ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. പുരുഷൻ, ജീവാത്മാവ് യമനിയമങ്ങളെ കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവനായിട്ട് ധ്യാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പത്മാസനാദി സുഖാസനങ്ങൾ ഏതെങ്കിലും ദൃഢമായി ശീലിച്ചിട്ട് ആ ഗരുഡന്റെ ഉപരിഭാഗത്ത് ഇരിക്കുന്നവനും ദിവ്യ ആഭരണങ്ങളും
ദിവ്യ ആയുധങ്ങളും ധരിച്ചവനും തമാല വൃക്ഷത്തിന് തുല്യമായ നീലച്ഛവി കൊണ്ട് ശോഭിക്കുന്നവനുമായ എൻ്റെ സ്വരൂപത്തെ സദാസമയവും ധ്യാനിക്കണം എന്നിങ്ങനെ സ്വമാതാവിനായി കപിലമൂർത്തിയായ അവിടുന്ന് ഉപദേശിച്ചു. അതായത് ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ. ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത്. ഇക്കാര്യം 4-ാം ദശകം 2ഉം 3ഉം ശ്ലോകങ്ങളെ കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. തൃതീയ സ്കന്ധം, ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ പ്രസന്നവദനം ഭോജം പത്മഗർഭാരുണക്ഷണം നീലോൽപലദളശ്യാമം ശംഖചക്രഗദാധരം എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ, കുറേ ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ച പരമസുന്ദരമായ ഭഗവത് സ്വരൂപത്തെയാണ് ഇവിടെ ഗരുഡസമധിരൂഢം എന്ന് തുടങ്ങി 3 വിശേഷണം കൊണ്ട് സംഗ്രഹിച്ചിട്ടുള്ളത്. ശ്രദ്ധയോടുകൂടി ഇക്കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഈ ശ്ലോകം ഒരു തവണ കൂടി 1-2 തവണ ചൊല്ലി സമർപ്പിക്കാം. വിമലമതിരൂപാത്തൈഃ ആസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാധി. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാധി. അടുത്ത ശ്ലോകം 5-ാമത്തെ ശ്ലോകമാണ്. മുൻപ് പറഞ്ഞ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും എളുപ്പമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്ന് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ഭാഗവതത്തിലെ ഒരു അധ്യായത്തിൽ പറഞ്ഞത് മുഴുവൻ ഒരു ശ്ലോകത്തിൽ. ശ്രദ്ധയോടുകൂടി കേൾക്കുക. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിദോഘപ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാധി. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ എൻ്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം മുതലായവ ചെയ്തും മയി സുരസരിദോഘപ്രഖ്യചിത്താനുവൃത്തി എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന പരമഭക്തി ഭവതി ഉത്കൃഷ്ട ഭക്തി ഉണ്ടാകുന്നു. സാഹി മൃത്യോ വിജേത്രീ ആ ഭക്തിയാകട്ടെ മരണത്തെ പോലും ജയിക്കുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ നഗാധി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഗംഗാപ്രവാഹം പോലെ ശക്തിയോടുകൂടിയ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത്. അതുണ്ടാകാൻ ശ്രവണ കീർത്തനാദികളായി ക്രമത്തിൽ കയറി വരേണ്ടതായ 9 അവസ്ഥാവിശേഷങ്ങളുണ്ട്. അവ പരമഭക്തിയിലേക്ക് കയറുവാനുള്ള സോപാനങ്ങളാണ്, അഥവാ പടികളാണ്. 3-ാം ദശകത്തിൽ അവയെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശ്രവണ കീർത്തനാദികളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം. എന്നാൽ പിന്നെ ജനന മരണ ഗുണാദികളായ
സംസാര ക്ലേശങ്ങൾ ഉണ്ടാകുന്നതല്ല. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് മുൻ വിവരിച്ച ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഉത്കൃഷ്ടം എന്ന് ഭാവം. അതായത് പ്രത്യേകിച്ചും ഇപ്പോഴ് ഈ കാലഘട്ടത്തിൽ ഭട്ടതിരിപ്പാട് നാരായണിയൊക്കെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. പക്ഷെ കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെയുള്ള 9 മാർഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രവണമാണ്, പിന്നീട് കീർത്തനങ്ങളാണ്. അസത്യസ്വരൂപനാം ഈശ്വരനിലെത്താൻ നന്മകളെ എന്നും പിന്തുടരാൻ കാപില തത്വത്താൽ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസോംബുധൗ സയേവ ഭക്തിയോഗാഖ്യ ആത്യന്തിക ഉദാഹൃത ഏനാദിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോപപദ്യതേ. വളരെ വിശദീകരിച്ച് വിശിഷ്ടമായ തത്വങ്ങളെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഭാഗവതത്തിൽ. അതാണ് ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ ഗുണഗണങ്ങളും നാമങ്ങളും എന്ത് ചെയ്യുക, ആകർണനം ചെയ്യുക, കീർത്തിക്കുക. ആകർണനൈഹി കീർത്തനാദ്യൈഹി, ആദ്യം കേൾക്കുക. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നോ കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ടു കോൾമയീർ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളും കഥകളും കീർത്തനങ്ങളും കേട്ട് കേട്ട് അങ്ങനെ മനസ്സ് ഗംഗാനദി സമുദ്രത്തിലേക്ക് കുതിക്കുന്നത് പോലെ കുതിക്കുന്ന സമയത്ത് എല്ലാ ചിത്തവൃത്തികളും ഇന്ദ്രിയങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളും ആ സർവേശ്വരനായ ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നു. മൃത്യുവിനെ പോലും മരണത്തെ പോലും അതിജീവിക്കാൻ സാധിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് എൻ്റെ ഭക്തി അത്തരം ഭക്തന്മാരെ എത്തിക്കും എന്ന് കപില ഭഗവാൻ അമ്മയായ ദേവഹൂതി ദേവിക്ക് ഈ ശ്ലോകത്തിലൂടെ ഉപദേശിച്ചു. ഈ ശ്ലോകങ്ങൾ 2 തവണ ഒരുമിച്ച് ചൊല്ലി സമർപ്പിക്കാം. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിദോഖപ്രഖ്യജിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിദോഖപ്രഖ്യജിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഃ. ഇനി ഈ ശ്ലോകത്തിൽ പറഞ്ഞത് എൻ്റെ വാത്സല്യാദികളായിരിക്കുന്ന ഗുണഗണങ്ങളോടും ലീലാവൃത്തികളുടെയും ശ്രവണങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും എൻ്റെ ഭക്തന്മാർ പരമഭക്തി നേടുന്നു. ഗംഗാപ്രവാഹം പോലെ ശക്തിയോടുകൂടിയ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത്. അതുണ്ടാവാൻ ശ്രവണകീർത്തനാദികളായി ക്രമത്തിൽ കയറി കയറി വരേണ്ടതായ 9 അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ഇനി അടുത്തതായിട്ട് ശ്ലോകം 6
ധർമ്മം, അർത്ഥം, കാമം ഇവയാണല്ലോ ഐഹികങ്ങളായ 3 പുരുഷാർത്ഥങ്ങൾ. ഇവയിൽ അർത്ഥകാമങ്ങളിൽ ആസക്തനായി പാപകർമ്മങ്ങൾ ചെയ്തു ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകമാണ് ഫലമെന്ന് ഒരധ്യായത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞത് ഇവിടെ ചുരുക്കിയിട്ട് 6ാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നു. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദീഹി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈഃ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദീഹി. അഹഹ മയി അഭക്ത ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈഃ. അഹഹ മയി അഭക്ത, കഷ്ടം കഷ്ടം, എന്നിൽ ഭക്തിയില്ലാത്തവൻ. ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈഃ, പലതരം ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ, നാളുതോറും കുടുംബം പുലർത്തിക്കൊണ്ടും സ്ത്രീജിത ബാലലാളീ ഗൃഹസക്ത, സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹകാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്നവനായിട്ട് ജീവിക്കുന്നവൻ മരണശേഷം യാതനാം ഹി വിശതി, നരകദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ നഗാദീ, ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഭഗവത് ഭക്തി ഉണ്ടായാൽ കുടുംബാസക്തി ഉണ്ടാവില്ല, പിന്നെ ഹിംസാദി കർമ്മങ്ങൾ ചെയ്യില്ല, നരകപാതത്തിനിടവരുത്തുകയുമില്ല എന്ന് സാരം. ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്, ഭഗവാനിൽ ഭക്തിയില്ലാത്തവനായ മനുഷ്യൻ പല പ്രകാരത്തിലുള്ള ഹിംസാദി ജനോപദ്രവം ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് സദാസമയവും അങ്ങനെ ഭാര്യാജിതനായി പുത്രലാളനയിൽ അത്യാസക്തനായിട്ട് ക്ഷണനേരം പോലും ഈശ്വരനെ സ്മരിക്കാത്തതിനാൽ നരകയാതന അനുഭവിക്കുന്നു, നരകത്തെ പ്രാപിക്കുന്നു. കഷ്ടം കഷ്ടം എന്നിങ്ങനെ കപിലതനുവായിരിക്കുന്ന അങ്ങ് ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാധീഹി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദീ. അടുത്ത ശ്ലോകത്തിലൂടെ പുണ്യപാപമിശ്രമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഭൂമിയിൽ ജീവിതം തുടരുന്നുവെന്ന് പറയുന്നു. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ
താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. യുവതി ചഠരഖിന്ന, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ അഖണ്ഡേ ജാതബോധ അപി, പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി എങ്കിലും പ്രസവഗളിതബോധ പീഡയാ ഉല്ലംഘ്യ ബാല്യം, പ്രസവഗളിതബോധ പെറ്റുവീഴുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ട് പീഡയാ ബാല്യം ഉല്ലംഘ്യ താരുണ്യകാലേ പുന അഭിമുഖ്യതി ഏവ ബദ, കഷ്ടപ്പാടുകളോടുകൂടി ബാല്യം കഴിച്ചു കൂട്ടിയിട്ട് യൗവനകാലത്ത് പിന്നെയും മോഹിക്കുക തന്നെ ചെയ്യുന്നു. കഷ്ടം. ഇതി, ഇപ്രകാരം കപിലതനു, കപിലസ്വരൂപനായ ത്വം നിന്തിരുവടി ദേവഹൂത്യൈ, ദേവഹൂതിയോട് യഗാദി അരുളി ചെയ്തു. തൃതീയ സ്കന്ധം ഭാഗവതത്തില് 31-ാം അധ്യായത്തിന്റെ സംഗ്രഹമാണിത്. മൂലത്തിൽ മനുഷ്യജീവിതത്തെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഒരധ്യായത്തിൽ. ഗർഭസ്ഥനായ ശിശുവിന് ജ്ഞാനമുദിച്ചപ്പോൾ ഉണ്ടായ വിചാരങ്ങൾ 12 മുതൽ 10 ശ്ലോകങ്ങൾ കൊണ്ട് ആവിഷ്കരിക്കുന്നുമുണ്ട്. ഭ്രൂണഭാഗവതം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങളും വളരെ ശ്രേഷ്ഠമാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ഗർഭസ്ഥനായിരിക്കുന്ന ശിശു മാതൃഭുക്തങ്ങളായ പദാർത്ഥങ്ങളെ കൊണ്ടും വിൺമൂത്രാദികളെ കൊണ്ടും ഏറ്റവും ഖേദത്തോടുകൂടി ആ ദുഃഖത്തെ നിവർത്തിക്കാൻ അശക്തനായിരിക്കുമ്പോൾ താൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ പൂർവ്വസ്മരണയുണ്ടാകുന്നു. അതിൻ്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നും മേൽ ജന്മമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി സുകൃതങ്ങൾ മാത്രമേ ഈ ജന്മത്തിൽ ചെയ്യാവൂ എന്നുമുള്ള ബോധമുണ്ടാകുന്നു. എന്നാൽ പ്രസവ സമയത്തുള്ള വായുസ്പരിശം കൊണ്ട് അനേകം ജന്മങ്ങളാൽ സമ്പാദിച്ച കർമ്മവിഷയകമായ ജ്ഞാനം അപ്പാടെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇഷ്ടപ്പെട്ടതിനെ ചെയ്യാനും അനിഷ്ടത്തെ പരിഹരിക്കാനുമുള്ള സാമർഥ്യക്കുറവ് കാരണം ബാല്യകാലം ദുഃഖത്തോടുകൂടി കഴിച്ചുകൂട്ടുന്നു. എങ്കിലും വീണ്ടും അവൻ യൗവനം പ്രാപിക്കുമ്പോൾ മായയുടെ മോഹവലയത്തിൽ അകപ്പെട്ട് വിഷയാസക്തനായിട്ട് ഭവിക്കുന്നു. ഇതെത്രയോ കഷ്ടമാണ് എന്നിങ്ങനെ കപിലനായിട്ട് അവതരിച്ച് അവിടുന്ന് ദേവഹൂതിയോട് ഉപദേശിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. ശ്ലോകം 2 തവണ ചൊല്ലി സമർപ്പിക്കാം. യുവതി ചഠരഖിന്നോ ജാതബോധോപ്യകണ്ഡേ പ്രസവഗളിതബോധപീഡയുല്ലംഘ്യ ബാല്യം പുനരപിബത മുഖ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. യുവതി ചഠരഖിന്നോ ജാതബോധോപ്യകണ്ഡേ പ്രസവഗളിതബോധ പീഡയുല്ലംഘ്യ ബാല്യം പുനരപിബത മുഖ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. അടുത്ത ശ്ലോകം 8-ാമത്തേതാണ്. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതികളാണ് ഇവിടെ വിവരിക്കുന്നത്. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂതപഥാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ. ശ്രദ്ധയോടുകൂടി അന്വയാർത്ഥം മനസ്സിലാക്കാം. ധാർമ്മിക യ ഗൃഹസ്ഥ പിതൃസുര ഗണയാജി. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ സ ച ദക്ഷിണാധോപഗാമി കാലേ നിപതതി. ആ ധാർമ്മികനും
തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപ്പതിക്കുന്നു. മയി നിഹിതം അകാമം കർമ്മതു ഉദത്പദാർത്ഥം. എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്കുള്ളതാണ്. ഇത് കപിലതനു ത്വം ദേവഹൂത്യേ നഗാതി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ പുക, രാത്രി, കറുത്തപക്ഷം, ദക്ഷിണായനം എന്ന വിധത്തിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സുഖിക്കാം. പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് മടങ്ങിപ്പോരണം. വെളിച്ചം, പകൽ, വെളുത്തപക്ഷം, ഉത്തരായണം എന്ന വിധത്തിൽ വടക്കൻ വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം. മടങ്ങിപ്പോരേണ്ടതായിട്ട് വരികയുമില്ല. ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും മറ്റും ചെയ്യുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് യാത്ര ചെയ്യുന്നു. പുണ്യാവസാനത്തിൽ അധപ്പതിക്കുന്നു. ഫലേച്ഛ കൂടാതെ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാൻ വടക്കൻ വഴിക്ക് പോയി മുക്തി പ്രാപിക്കുന്നു. അവനൊരിക്കലും അധപ്പതനമില്ല. ഈ ഗതിയുടെ സ്വഭാവം 4-ാം ദശകത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. 6, 7, 8 ശ്ലോകങ്ങളെ കൊണ്ട് കർമ്മങ്ങളുടെ സ്വഭാവവും ഫലവുമാണ് വിവരിച്ചത്. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ കർമ്മങ്ങൾക്കനുസരിച്ച് പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത സംസാരയാത്ര. ഫലേച്ഛയോടുകൂടി പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം. നിഷ്കാമമായി ഈശ്വര അർപ്പണത്തോ ബുദ്ധിയോടുകൂടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം എന്നാണ് വ്യവസ്ഥ. ഇവയിൽ 4ാമത് പറഞ്ഞ വിധം കർമ്മം ചെയ്യുന്നവരത്രേ കർമ്മയോഗികൾ. അവർക്ക് ഭക്തി വേണം താനും. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് താല്പര്യം. ഇനിതാ കപിലോപദേശം ഉപസംഹരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഉപദേശങ്ങളെ ഉപസംഹരിക്കുന്ന ഭാവമാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കാം, പഠിക്കാം. ഈ ശ്ലോകം 2 തവണ ചൊല്ലിയിട്ട് സമർപ്പിക്കാം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിബദതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദക്പതാർത്ഥം കപിലതനുരിതിത്വം ദേവഹുത്യൈ ന്യഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദക്പതാർത്ഥം കപിലതനുരിതിത്വം ദേവഹുത്യൈ ന്യഗാദി. ശ്ലോകം 9. കപിലോപദേശം ഉപസംഹരിക്കുന്ന രംഗം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതം നുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈഃ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇതി സുവിദിതവേദ്യാം കൃതനുതിം. ഇപ്രകാരം അറിയേണ്ടത് അറിഞ്ഞപ്പോൾ അവിടുത്തെ സ്തുതിച്ച ദേവഹൂതിം അനുഗ്രഹ്യ, ഹേ ദേവത്വം, ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ഭഗവാനെ നിന്തിരുവടി, യോഗി സംഘൈഗത, യോഗികളോടുകൂടി യാത്രയായി, വിമലമതി അസൗ അധ ഭക്തിയോഗേന മുക്ത, മനഃശുദ്ധി ലഭിച്ച ആ ദേവഹൂതി അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. ഭക്തിയോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. ത്വമപി ജനഹിതാർത്ഥം പ്രാഗുദീച്യാം വർത്തസേ, നിന്തിരുവടിയാകട്ടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു. കപിലയോഗീശ്വരൻ ഇപ്പോഴും
വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. സഗരപുത്രന്മാര് അച്ഛൻ്റെ യാഗാശ്വത്തെ അന്വേഷിച്ച് വടക്ക് കിഴക്ക് ദിക്കിൽ ഭൂമി കുഴിച്ച് എന്നപ്പോൾ കപില വാസുദേവനെ കണ്ടതായി വാൽമീകി രാമായണത്തിൽ ഗംഗാവതരണ ഘട്ടത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് നമുക്ക് ഓർമ്മിക്കാം. ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം. അല്ലയോ ദേവ, അങ്ങയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആത്മതത്വങ്ങൾ ഗ്രഹിച്ച് അങ്ങയിൽ ഭക്തിയാതിശയത്താൽ അങ്ങയെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുന്ന ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് യോഗീശ്വരന്മാരോടുകൂടി അങ്ങ് അവിടെ നിന്നും പോയി. അതിനുശേഷം ഭക്തിയോഗത്താൽ നിർമ്മല ബുദ്ധിയായി തീർന്ന ദേവഹൂതി മുക്തയായിട്ട് ഭവിച്ചു. അങ്ങാകട്ടെ ലോകാനുഗ്രഹപരനായിട്ട് വടക്ക് കിഴക്കേ ദിക്കിൽ വസിക്കുകയും ചെയ്തു. ഇനി അടുത്ത ശ്ലോകം കപിലോപദേശത്തിന്റെ സാരം എടുത്തു കാണിച്ചുകൊണ്ട് ദശകം ഉപസംഹരിക്കുകയാണ്. പരമകിമു ബഹൂക്ത്യാത്വൽപദം ഭോജഭക്തിം സകല ഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം ത്വദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽസ്വ ഭക്തിം. പരമബഹൂക്തിയാക്കിം ഉ, സർവോത്തമനായ ഭഗവാനെ വളരെ പറഞ്ഞിട്ട് എന്ത്? ത്വൽപദാംഭോജഭക്തിം സകല ഭയവിദേത്രിം, നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെക്കുറിച്ചുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതും സർവകാമോപനേത്രിം, സകല അഭീഷ്ടങ്ങളെയും നൽകുന്നതുമാണെന്ന്. ത്വം ദൃഢം ഖലു വദസി, നിന്തിരുവടി ഉറപ്പിച്ചു തന്നെ പറയുന്നു. തൽമേ ആമയാൻ വിധൂയ, അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ഗുരുപവനപുരേശ ത്വയി ഭക്തിം ഉപാധൽസ്വ. ഗുരുവായൂരപ്പ, നിന്തിരുവടിയെ കുറിച്ച് ഭക്തി കൊണ്ടാക്കി തരണേ. രോഗങ്ങളെയാണ് തനിക്കിപ്പോൾ ഭയം. ഭഗവാനെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കണമെന്നാണ് ആഗ്രഹം. രോഗഭയം തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. അല്ലയോ പരമപുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ, കൂടുതൽ പറയേണ്ട ആവശ്യം എന്താണ്? അങ്ങയിലുള്ള നിർവ്യാജമായ ഭക്തി സകല സംസാര ദുഃഖങ്ങളെയും ഭയത്തെയും ശമിപ്പിക്കുന്നു എന്നും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നു എന്നും അങ്ങ് തന്നെ നിശ്ചയമായും വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാവിധ രോഗങ്ങളും അകറ്റി അങ്ങയിലുള്ള ഉത്തമ ഭക്തി നൽകി അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത് അതിശ്രേഷ്ഠമായ കാപിലം. ഈ ശ്ലോകം 2 തവണ ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം. പരമകിമു ബഹൂക്ത്യാത്വൽപദംഭോജഭക്തിം സകല ഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽസ്വഭക്തിം. പരമകിമു ബഹൂക്ത്യാ ത്വൽപദാംഭോജഭക്തിം സകല ഭയവിനേത്രിം സർവകാമോപനേത്രിം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽസ്വ ഭക്തിം. ഇതോടുകൂടി 15ാം ദശകം അതിശ്രേഷ്ഠമായ കപിലോപദേശം ഇവിടെ സമർപ്പിക്കുന്നു. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദത്തിൽ ഉറച്ച ഭക്തിയോടുകൂടി ഭാഗവത ഉപാസന തന്നെയാണ് ഈ നാരായണീയത്തിലൂടെ കിട്ടുന്നതെന്ന ബോധത്തോടുകൂടി ആശ്രയിക്കുക. ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സൽ. ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.